ചർച്ചയിലേക്ക് മടങ്ങി വരികയാണ്. ആദ്യം ജ്യോതികുമാർ ചാമക്കാലയിലേക്ക്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്നത്തെ കോഴിക്കോട്ടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, ആ പ്രസംഗം ഭൂരിഭാഗവും BJPയെ കടന്നാക്രമിക്കുന്നതായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയായിരുന്നു. പക്ഷേ അതിൽ CPM-നെതിരെ അതിശക്തമായ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ. പശ്ചിമബംഗാളിൽ സീറ്റ് ധാരണയുള്ള രണ്ട് കക്ഷികളാണ് CPM-ഉം കോൺഗ്രസും എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു സൗഹൃദ മത്സരം പ്രതീക്ഷിച്ചിരിക്കുകയാണ് പലരും. പക്ഷേ ഒരു സൗഹൃദ മത്സരത്തിനപ്പുറം പരസ്പരമുള്ള രൂക്ഷമായൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ രാഹുലിൻ്റെ ഈ പ്രസംഗത്തോടെ? ഇവിടെ സൗഹൃദ മത്സരം എന്ന് അജിത് സിംഗ് പറയുക, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തരത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ 20 സീറ്റിലും UDF LDF തമ്മിലാണ് മത്സരം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടോ? ഇവിടെ ആകെപ്പാടെ ഇതിനപ്പുറമായി സംഭവിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിയമ നിയോജകമണ്ഡലത്തിൽ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൊട്ടക്കണ്ണം മാവിൽ എറിഞ്ഞതുപോലെ ഒരു BJPയുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചൊഴിച്ചാൽ ഇവിടെ യഥാർത്ഥത്തിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് LDF UDF തമ്മിൽ തന്നെയാണ്. അതിനൊരു സംശയവും വേണ്ട. ഇവിടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും ഇത്തരത്തിൽ മത്സരം നടക്കുമ്പോൾ ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് BJPയും കോൺഗ്രസുമാണ് ദേശീയ തലത്തിൽ ഇത്തരത്തിൽ എതിരിടുന്നത് എന്നുകൊണ്ട് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് CPM-ന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്തതുകൊണ്ടും അവർ 20 സീറ്റിൽ താഴെയാണ് മത്സരിക്കുന്നത്. പ്രധാനപ്പെട്ട 20 സീറ്റിൽ താഴെയാണ് മത്സരിക്കുക. കേരളത്തിലെ 16 സീറ്റിലും ബംഗാൾ 2 സീറ്റിലും ഒക്കെ ആയിട്ട് ചേർന്ന് മൊത്തം 20 സീറ്റിൽ താഴെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ 272 സീറ്റിൽ ജയിച്ചാൽ മാത്രമോ ഒരു മുന്നണിക്ക് ദേശീയ തലത്തിൽ അധികാരത്തിലെത്താൻ കഴിയുമ്പോൾ അവിടെ ഒരു മുന്നണിയിലും ഇല്ലാതെ നിൽക്കുന്ന CPM-ന് ഒരു പ്രസക്തിയില്ല എന്നറിയാം. പക്ഷേ സംസ്ഥാനത്തെ ഭരണമുന്നണി എന്ന നിലയിൽ CPM LDF-നെതിരായിട്ടാണ്, LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ CPM-ന്റെ കഴിഞ്ഞ 3 വർഷത്തിലധികമായിട്ടുള്ള CPM-ന്റെ ഭരണവും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന കഴിഞ്ഞ 5 വർഷത്തോളമായി അധികാരത്തിലിരിക്കുന്ന മോദി സർക്കാരിൻ്റെ ഭരണത്തിൻ്റെയും ജനവിരുദ്ധ നടപടികൾ, നയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദേശീയ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ പ്രശ്നവും സംസ്ഥാന സർക്കാരിൻ്റെ അക്രമ രാഷ്ട്രീയം ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്ത് 2 ഫാസിസ്റ്റുകളാണല്ലോ ഭരിക്കുന്നത്. ഒന്ന് ദേശീയ തലത്തിൽ വർഗീയ ഫാസിസ്റ്റുകളും സംസ്ഥാനത്ത് രാഷ്ട്രീയ ഫാസിസ്റ്റുകളും ഭരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഈ ദുഷ്ചെയ്തികളെ തുറന്നു കാണിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമായ പരമപ്രധാനമായ ലക്ഷ്യം. പക്ഷേ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്, ഇവിടുത്തെ മത്സരം നടക്കുന്നത് LDF UDF തമ്മിലാണ്. അതിൽ UDF-ന് വലിയ എഴുത്തുണ്ട് എന്ന് വളരെ തുടക്കത്തിൽ തന്നെ എല്ലാ ഏജൻസികളും നടത്തിയിട്ടുള്ള സർവേകൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. UDF അതിനേക്കാൾ പദ്ധതിവിരുദ്ധത്തോടെ മുന്നോട്ട് പോവുകയും മുഴുവൻ സീറ്റുകളിലേക്കും ജയിക്കുന്ന ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിലൂടെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾ വിജയിക്കുവാൻ കഴിയുന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ മുൻപ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചിരുന്നു. പക്ഷേ അപ്പോൾ ഇന്ന് കാണുന്നത് പോലൊരു തീവ്രമായ ആക്രമണം സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചില്ല. പ്രളയാനന്തരം സർക്കാർ ചെയ്തതെന്ത്, എന്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ മൃദുവായ വിമർശനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി വളരെ രൂക്ഷമായ വിമർശനം CPM-നെതിരെ ഉന്നയിക്കുന്നതിന് പിന്നിൽ നമുക്കറിയാം പെരിയയിലെ ആ ഇരട്ട കൊലപാതകം തന്നെയാണ്. അതിൽ CBI അന്വേഷണം വാഗ്ദാനം ചെയ്തിട്ടാണ്, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ CBI അന്വേഷണം ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് അദ്ദേഹം കോഴിക്കോട്ടെത്തി ആ പ്രസംഗം നടത്തിയത്. യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളൊരു സൗഹൃദം, ആ സൗഹൃദം കേരളത്തിലെത്തുമ്പോൾ ഇല്ലാതാവുകയാണ്. രാഹുൽ ഗാന്ധിയെ പോലുള്ളൊരു ദേശീയ നേതാവ്, ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷൻ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം പ്രതീക്ഷിക്കുക ദേശീയ അധികാരത്തിലേക്ക് ഇരിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളെ പുറന്തള്ളുന്നതിൽ ദേശീയ തലത്തിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. ഇവിടെ ജ്യോതികുമാർ ചാമക്കാല സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സവിശേഷ സാഹചര്യത്തെ ഞങ്ങൾ എടുക്കുന്ന നിലപാടെന്താണ്, ഇത് കൃത്യമായി വിശദീകരിക്കുന്നതിന് പകരം അദ്ദേഹം BJPക്കെതിരായിട്ട്, കേന്ദ്ര സർക്കാരിനെതിരായിട്ട്, മോഡിക്കെതിരായിട്ട് അയാൾ എല്ലായിടത്തും പ്രസംഗിക്കുന്നത് പോലെ ഒരു പ്രസംഗം നടത്തിയിട്ട് അദ്ദേഹം കോൺക്രീറ്റായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം CPM-നെതിരായിട്ട് അദ്ദേഹം അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ് ഉന്നയിക്കുന്നത്. നമ്മൾ ഈ പ്രശ്നം കുറേ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ രീതിയിൽ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ, രാഷ്ട്രീയമായ എതിർപ്പുകൾ അതൊരു കാരണവശാലും വ്യക്തിപരമായ വധത്തിലേക്ക് എത്തിക്കരുത്. അങ്ങനെയുള്ള വ്യക്തിവധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ കൊലപാതക രാഷ്ട്രീയം എന്നൊരു പ്രവണത, ഒരു സംസ്കാരം അവസാനിപ്പിക്കണം. അതിന് ഞങ്ങളുടെ പാർട്ടി മുൻകൈ എടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ അണികളോട് വളരെ വിവേകപൂർവ്വം രാഷ്ട്രീയ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയാണ്. പാർട്ടിയുടെ പൊതു നിലപാടിന് വിരുദ്ധമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കുകയാണ്. അവരെ സഹായിക്കുന്ന നിലപാടില്ല.
മാധ്യമപ്രതിനിധികൾ അത്തരം ഒരു ആ പത്രസമ്മേളനം അദ്ദേഹത്തോട് ചോദിച്ചു പല സംഭവങ്ങൾ. ഞങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മുമ്പ് എന്തായിരുന്നു എന്നുള്ളതല്ല പ്രശ്നം. കേരളത്തിൽ ഈ സംസ്കാരം അവസാനിപ്പിക്കുക തന്നെ ചെയ്യണം. കേരളം ഒരു സമാധാനപൂർണ്ണമായ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. കേരളം വികസനം പ്രധാനമായി എടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് ജ്യോതികുമാർ ചാമക്കാരുടെ പാർട്ടിക്ക് അതിനെ തുറന്നു കാണിക്കാം, അതിനെ വിമർശിക്കാം, ആ കാര്യത്തിലൊന്നും പ്രശ്നമില്ല. പക്ഷേ അതിനോട് തങ്ങളുടെ നിലപാട് എന്ത് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, BJP-യോടൊപ്പം ചേർന്നിട്ട് CPM-നെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായി പ്രതീകമായി അവതരിപ്പിച്ചിട്ട് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ദേശീയ തലത്തിൽ വർഗീയ ഫാസ്റ്റ് ഉയർത്തുന്ന ഭീഷണി ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ലഘൂകരിക്കുകയാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ശബരിമല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇത്തരം മത ജാതി പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് ക്ഷേത്രവും ദൈവമൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കരുത്, ശബരിമല വിഷയം ചർച്ചയാക്കരുത്. സുധാകരനും ശ്രീധരൻപിള്ളയ്ക്കും ഒരുപോലെ പറയാനുള്ളത് എന്താണ്? ശബരിമല ചർച്ച ചെയ്യണം, അതിനുവേണ്ടി ഞങ്ങൾ കമ്മീഷനെ കാണും, എവിടെയും പോകും എന്നൊക്കെയാണ്. അപ്പോൾ ശബരിമലയാണോ കേരളത്തിലെ പ്രശ്നം? ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇന്ന് BJP-യെ പുറന്തള്ളുക എന്നൊരു കേന്ദ്ര രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന CPM-ൻ്റെ അംഗങ്ങളെല്ലാം BJP-യെ പുറന്തള്ളാൻ 2004 എടുത്തതുപോലെ തന്നെ അതിനേക്കാൾ ശക്തമായൊരു നിലപാട് സ്വീകരിക്കും. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് CPM വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ N. ലാൽകുമാർ, രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം, ഒരു പ്രത്യയശാസ്ത്രം, അതിപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും പരിചിതമാണ്. അതിൽ അക്രമ രാഷ്ട്രീയത്തിന് ഒരു സ്വാധീനവുമില്ല, അതിനൊരു സാന്നിധ്യവുമില്ല. ആ പ്രത്യയശാസ്ത്രത്തിൽ നമുക്കറിയാം. അദ്ദേഹം ഇന്ന് പ്രസംഗിച്ചും അതാണ്, ഹിംസക്കെതിരെ അഹിംസ കൊണ്ട് ഞങ്ങൾ നേരിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, പക്ഷേ ഇവിടെ CPM-നെ അദ്ദേഹം വിമർശിക്കുമ്പോൾ CPM കൂടി ഒരു ആത്മപരിശോധന നടത്തേണ്ടതല്ലേ? കാരണം ഇത് 21-ാം നൂറ്റാണ്ടാണ്. നമ്മൾ ഫ്യൂഡൽ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ജനാധിപത്യത്തെക്കുറിച്ച് സ്കൂൾ കുട്ടികൾ പോലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. അവിടെ ഈ രാഷ്ട്രീയ കൊലപാതകത്തിന് ഒരു ഇടവുമില്ല എന്ന് ഇപ്പോൾ പെരിയ സംഭവത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും CPM-ൻ്റെ രാഷ്ട്രീയ എതിരാളികൾ അത് ഇപ്പോഴും കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല. അതല്ലേ പ്രശ്നത്തിൻ്റെ മർമ്മം? നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഇവരൊന്നും രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ആൾക്കാരല്ല. അത് വസ്തുതാപരമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൊന്നിട്ടുണ്ട്, തിരിച്ചും മറിച്ചും കൊന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു CPM-ൻ്റെ ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഇവിടെ മരിച്ചിട്ടുള്ളതും. ഇത് ആയുധം താഴെ ഇടുക എന്ന് പറഞ്ഞാൽ ഒരാൾ താഴെ ഇടുക, നിങ്ങളിട്ടാൽ മാത്രമേ ഞങ്ങൾ ഇടൂ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് കേരള രാഷ്ട്രീയം മാറി എന്നുള്ളതാണ്. അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് ആദ്യത്തെ പോയിന്റ്. കാര്യം ഇവർ ആയുധം വെക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് താഴെ വെക്കണം. നിങ്ങൾ വെക്കുക എന്നാൽ ഞാൻ വെക്കാമെന്ന് പറയുന്ന ആ ഡിബേറ്റ് ഇവിടെ എപ്പോഴും നടക്കുന്നതാണ്. അത് ഒരു പ്രയോജനമില്ലാത്ത ഒരു പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ട്, രാഹുൽ ഗാന്ധി ഒരു ലിബറൽ ഫേസ് ഉള്ള ഒരാളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കകത്തുള്ള കെ സുധാകരനെ പോലുള്ള ആൾക്കാർ ഈ അഗ്രഷൻ നിൽക്കാനായിട്ട് കണ്ണൂർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതുകൂടെ നിർത്താനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. CPM ഇപ്പുറത്തുനിന്ന് ഏറ്റെടുക്കണം. അതിനകത്തുനിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഫ്ലിക്റ്റ് നിൽക്കേണ്ടത് BJP-യുടെ ആവശ്യമാണ്. കാര്യം എപ്പോഴും ആൻറ്റി ഫാസിസ്റ്റ് ലൈൻ എക്സ്ട്രീം ലെവലിൽ എടുക്കുക ഒരു തീവ്ര ഇടതുപക്ഷ ലൈനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും. അപ്പോൾ അവരെ അടിച്ചമർത്തുക എന്നുള്ളത് BJP-യുടെ ലക്ഷ്യമാണ്. അല്ലെങ്കിൽ ആ പാർട്ടിയുടെ വളർച്ചയ്ക്ക് BJP-ക്ക് എപ്പോഴും ബലിദാനികളെ കിട്ടിക്കൊണ്ടിരിക്കണം. അതാണ് അവിടുത്തെ ഒന്നാമത്തെ സംശയം. കോൺഗ്രസുമായിട്ട് അത്രയും പ്രശ്നമുള്ളതല്ല സാധാരണഗതിയിൽ. പക്ഷേ എന്നാലും ഇവിടെ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള റിയാലിറ്റി എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യത്തെയും അവസാനത്തെ പോയിന്റ്, ഒരു യുദ്ധ അന്തരീക്ഷത്തിൽ നിന്ന് മാറണമെങ്കിൽ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിർത്തണമെങ്കിൽ ഒരുമിച്ച് ആയുധം താഴെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു പോയിന്റ് അഡ്രസ്സ് ചെയ്യാതെ പോയ ഒരു പോയിന്റ് ഉണ്ട്. ഇദ്ദേഹം ഈ 2 കുട്ടികൾ മരിച്ചുപോയി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. പക്ഷേ അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഇവരും ലക്ഷ്യമാക്കുന്നുണ്ട്. എനിക്ക് ഇവരുടെ ഉള്ളിലെ സതുദ്ദേശങ്ങളൊക്കെ എനിക്ക് സംശയമുണ്ട്. കാര്യം ആ പയ്യൻ്റെ വീട്ടിൽ പോകുന്നു, ഇവർ കണ്ണീരൊലിപ്പിക്കുന്നു, മുല്ലപ്പള്ളി സാർ പോയി അവിടെ കരയുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഗാന്ധിജിയുടെ ചിതാഭസ്മം രാജ്യം മൊത്തം കൊണ്ടുപോയപോലെ ഈ പയ്യൻ്റെ ചിതാഭസ്മം കൊണ്ട് നടക്കുമായിരുന്നു ഇവർ. അങ്ങനെ അല്ലാതെ ചെയ്യേണ്ടത്. മനസ്സിലായി? അതിനെ രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതിനെ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്, അപലപിക്കേണ്ടതാണ്, ജയിലിൽ പോകേണ്ടതാണ്. അതിന് ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനെ ഒരു കുടത്തിലാക്കി ആ കുട്ടികളുടെ ചിതാഭസ്മം ലോകം മൊത്തം കൊണ്ടുപോയി പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കാൻ അവർ നോക്കുന്നേ. അപ്പം അറ്റ്ലാസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കോൺഗ്രസ് ഇത് പറയുമ്പോഴും കോൺഗ്രസ് ചെയ്യുന്നത് അത് പൊളിറ്റിക്കൽ ഗെയിൻ ആക്കാൻ നോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്കും ഇത് ആവശ്യമായിരുന്നു എന്ന്
പെട്ടെന്ന് ചിന്തിച്ചാൽ, ഒരു ഇമ്പാർഷ്യൽ ഒബ്സർവർ ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവിടെയാണ് ഇവിടുത്തെ ഭീകരമായ അവസ്ഥ വരുന്നത്. വെച്ചാൽ രക്തസാക്ഷികളെ എല്ലാവർക്കും വേണ്ട എന്ന് പറയുമ്പോൾ പോലും ഈ രക്തസാക്ഷികൾ ഈ പാർട്ടിക്കൊക്കെ ആവശ്യമാണോ എന്നുള്ളൊരു രീതിയാണ്. അല്ലെങ്കിൽ എന്തിനാ ഇവർ ചിതാഭസ്മം അവരുടെ വീട്ടിലങ്ങ് നിന്നപ്പോൾ ചിതാഭസ്മം കൊണ്ട് ഈ നാട്ടിലൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. അതൊരു സീരിയസ് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ശരി, ഞാൻ മടങ്ങി വരാം. അതിഥികളിലേക്ക് ഒരു ചെറിയ ഇടവേള കൂടി ആവശ്യമുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയ അതേ ദിവസമാണ് ഇവിടുത്തെ LDF സർക്കാർ നിങ്ങളുടെ MLA-മാർക്കെതിരെ പഴയൊരു കേസിൽ ഇന്ന് FIR സമർപ്പിച്ചിട്ടുള്ളത്, ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുള്ളത്. അതേക്കുറിച്ച് ഒന്നും പറയാതെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് BJPയെ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധി അതേക്കുറിച്ച് ഇവിടെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അതേസമയം ഈ കൊല്ലപ്പെട്ട യുവാക്കളെ പറ്റി വൈകാരികമായി പ്രസംഗിക്കുന്നു. അത് രാഷ്ട്രീയ മുതലെടുപ്പിനാകാമെന്ന് ഒരാൾ സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ലെന്ന് N. ലാൽകുമാറും ചൂണ്ടിക്കാട്ടുന്നു. ആരാണ് അതിനകത്ത് ആ ചർച്ചയിൽ ഇപ്പോൾ എന്നോടൊപ്പം പങ്കെടുക്കുന്ന ആകപ്പെടെ എനിക്ക് പേര് കേട്ടത് ശ്രീ കുഞ്ഞിക്കണ്ണനെ മാത്രമാണ് മനസ്സിലായത്. എനിക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് ഞാനിപ്പോൾ കോഴിക്കോടാണുള്ളത്. ലാൽകുമാറാണ് അറിയില്ല, ആരാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ അദ്ദേഹം ഒരു നിഷ്പക്ഷൻ്റെ റോൾ ലാൽകുമാർ എനിവേ അദ്ദേഹം നിഷ്പക്ഷൻ്റെ റോള് ചമഞ്ഞുകൊണ്ട് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ BJP സർക്കാരിനെതിരെയൊക്കെ ആഞ്ഞടിച്ചിട്ട് ഞങ്ങളെക്കുറിച്ച് എന്തിനു പറഞ്ഞു, ഞങ്ങളെക്കുറിച്ച് പറയാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ കേന്ദ്രത്തിൽ നിങ്ങളെ സഹായിക്കില്ലേ? ഞങ്ങൾക്ക് നിങ്ങളുടെ അങ്ങനെയുള്ള സഹായം വേണ്ടെന്നേ. കേരളത്തിൽ നിന്ന് 20 സീറ്റിലും ജയിക്കാനുള്ള ആംബിയർ കേരളത്തിലെ UDF-നുണ്ട്. അത് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ വെല്ലുവിളിക്കുകയല്ല, ഞങ്ങൾ അതിനുള്ള കെട്ടുറപ്പോടുകൂടി ഞങ്ങൾക്ക് കേരളത്തിലെ ജനാധിപത്യപരമായി ഈ കേരളത്തിലെ വോട്ടർമാരെ വിശ്വാസമുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഞങ്ങൾ അതിനൊരു മൂവ്മെൻറ്റ് നടത്തിയപ്പോൾ പോലും ഞങ്ങൾ അങ്ങനത്തെ ഒരു മൂവുമായി മുന്നോട്ട് വന്നപ്പോൾ നിങ്ങൾ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് ഞങ്ങളോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം എന്നല്ല, അതിനെക്കുറിച്ച് എന്താ പറയാൻ കഴിയുക? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സർക്കാർ ഇറക്കിയിട്ടുള്ള, ഞാൻ നേരത്തെ ഇതേ ചാനലിൽ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ സർക്കാർ ഇറക്കിയിട്ടുള്ള മറ്റേ പുള്ളി കൂടെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, രജികുമാറിനോട് കേൾക്കാൻ വേണ്ടിയാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം ഈ സർക്കാർ ഇറക്കിയിട്ടുള്ള സർക്കാരിൻ്റെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ 20 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഈ 20 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏതിലെങ്കിലും ഒന്ന് കോൺഗ്രസ്സുകാരൻ പ്രതിയായി വന്നിട്ടില്ല. ഞങ്ങളുടെ കണക്കിലെ സർക്കാരിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ 3 സഹപ്രവർത്തകരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷുഹൈബിനെ ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം കൃപേഷിനെയും ശരത്ലാലിനെയും ഉൾപ്പെടെ 3 പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു കേസിലും പ്രതിയായിട്ടില്ല. അപ്പോൾ നിഷ്പക്ഷൻ ഇതിനെല്ലാം ഒരുപോലെ കാണുകയും ഇത് എങ്ങനെ സംഭവിച്ചു, 2 പേര് മരിച്ചതിനെ കുറിച്ചൊക്കെ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു അവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല എന്നുള്ള പറയുന്നത്. അപ്പോൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷതയുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തും. മറുഭാഗത്ത് അദ്ദേഹം പറയുന്നു കോൺഗ്രസ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് ചിതാഭസ്മവുമായി പോയി വോട്ട് പിടിക്കാൻ പോകുന്നു. എന്ത് നിഷ്പക്ഷതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളെക്കുറിച്ച് പരമ പുച്ഛമായി തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ വന്ന് ന്യായീകരിക്കാൻ വരുമ്പോൾ. ഇവിടെ 2 ചെറുപ്പക്കാർ 19-24 വയസ്സായ 2 ചെറുപ്പക്കാർ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ചിതാഭസ്മവുമായി പോയി എന്നുള്ളതാണ് നിങ്ങൾ തെറ്റ് കാണുന്നത്. അതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പെന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ CPM-ന്റെ രാഷ്ട്രീയ മുഖം ഞങ്ങൾ തുറന്നു കാണിക്കുവാൻ വേണ്ടി, അക്രമ രാഷ്ട്രീയം തുറന്നു കാണിക്കാൻ വേണ്ടി അത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അംഗീകരിക്കല്ലേ വേണ്ടേ? യുവാക്കളുടെ ഇടയ്ക്ക് ഈ വിഷയം അവതരിപ്പിക്കുവാൻ, കൂടുതൽ ബോധിപ്പിക്കുവാൻ ഇത്തരത്തിൽ അക്രമ രാഷ്ട്രീയമുള്ളവരാണ് CPM പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അതിനെ അംഗീകരിക്കല്ലേ നിങ്ങൾ വേണ്ടത്? നിങ്ങൾ അക്രമ രാഷ്ട്രീയത്തിനെതിരാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്? മറിച്ച് നിങ്ങൾ ഇതിനെ രണ്ടിനെയും ഒരേ തുലാസിൽ തൂക്കാൻ ശ്രമിക്കുന്നത് എന്ത് നിഷ്പക്ഷതയുടെ പേരിലാണ്? ശ്രീ കുഞ്ഞിക്കണ്ണൻ എന്ന് പറയാം, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മറ്റെന്തെങ്കിലും ആകാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന് സംസാരിക്കാം, അദ്ദേഹം പറയട്ടെ. പിന്നെ അദ്ദേഹം പറയുമ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇതുപോലെ ഒരു ഭാഗത്തുകൂടി ഞങ്ങൾ അക്രമത്തിനെതിരായി നിങ്ങൾ ഏത് കാര്യത്തിലാണ് നിഷ്പക്ഷരായിട്ടുള്ളതെന്ന്, നിങ്ങൾ അക്രമത്തിനെതിരായിട്ട് നിലപാടെടുത്തിട്ടുള്ളത്? നിങ്ങൾ ഇന്ന് കുഞ്ഞാനന്ദന്റെ ശിക്ഷയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്നും ജയിലിൽ കിടക്കുന്ന TP ചന്ദ്രശേഖരന്റെ വധക്കേസിലെ പ്രതികൾക്ക് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നില്ലേ? ആ പ്രതികളെ പുറത്തിറക്കി കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ലേ? അവർക്ക് എല്ലാ ഈ വീട്ടിലെ സൗഭാഗ്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ? അവർ പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടവരല്ലേ? ഈ പറയുന്ന കുഞ്ഞാനന്ദൻ ശിക്ഷിക്കപ്പെട്ടതല്ലേ? ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക്, ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇപ്പോൾ 3 പേർക്കെതിരെ 3 പേരും സ്ഥാനാർത്ഥികളാകുമെന്ന് മീഡിയ വണ്ടിൽ ഉൾപ്പെടെ കുറേ നാളുകളായി ഈ 3 പേരെ ചേർത്ത് വന്നുകൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. 2 ദിവസം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും. അപ്പോൾ സ്വാഭാവികമായി CPM കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിന് മുമ്പ് തന്നെ ഭയക്കുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്. അവരിപ്പോഴും അവർക്ക് സ്ഥലജല വിഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. കാരണം എന്ത് സംഭവിക്കുന്നു അവർക്ക് തന്നെ ബോധ്യമില്ല. കാരണം ഞങ്ങൾക്ക് ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കേരളത്തിലെ UDF-ന് അനുകൂലമാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടിപ്പോൾ CPM പച്ചയ്ക്കൊക്കെ പറയുക, ശ്രീ കുഞ്ഞിക്കണ്ണനൊക്കെ ഞങ്ങളൊക്കെ അക്രമ രാഷ്ട്രീയത്തിനെതിരാണ്, ഇവിടെ എല്ലാം സമാധാനം കൊണ്ടുവരാൻ ഞങ്ങൾ വാഴ്ത്തപ്പെട്ടവരാണ്. നിങ്ങൾ പറയുന്നു, നിങ്ങളിപ്പോൾ പറഞ്ഞു നിങ്ങൾ അവിടെ ഒരാളെ പുറത്താക്കിയെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോ പിന്നീട് പുറകെ പിടിച്ച പ്രതികളോ അവരെ നിങ്ങൾ പുറത്താക്കിയോ? അപ്പോൾ അതിനകത്ത് CPM ബന്ധമില്ലേ? അപ്പോൾ നിങ്ങൾ പറയുന്നതിന് പ്രവൃത്തിയുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ ഈ പറയുന്ന നിഷ്പക്ഷ വിലയിരുത്തലുകാർ, നിങ്ങളുടെ യാഥാർത്ഥ്യമായി പറയുവാനുള്ള മനസ്സാക്ഷി നിങ്ങൾക്കുണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങളെ സമൂഹം അംഗീകരിക്കില്ല എന്നുള്ള ഒരു വസ്തുതയാണ്.
നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് നടന്ന 2 കൊലപാതകത്തിൻ്റെ പിന്നിലെ സംഭവം അറിയില്ല എന്ന് നിങ്ങൾ ഇങ്ങനെ ഈ ചാനൽ വന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തറിയാമെന്ന് നിങ്ങൾ പിന്നെ പറയുന്നത്? അപ്പോൾ അത് മനഃപൂർവ്വമല്ലേ നിങ്ങൾ? മറിച്ച് അത്തരത്തിൽ ചിതാഭസ്മം തിരുവല്ലത്ത് കൊണ്ടുപോയി നിമജ്ജനത്തിൽ ഞാൻ പോയി നിങ്ങൾ വിമർശിക്കുകയും ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ ശരി ജ്യോതികുമാർ, ഞാൻ മടങ്ങി വരാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ജ്യോതികുമാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം പ്രസക്തമാണ്. കാരണം മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് അവർക്കെതിരെയുള്ള 3 MLA-മാർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ് FIR ഫയൽ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ടൈമിംഗ് പ്രധാനമാണല്ലോ. അപ്പോൾ ഈ രക്തസാക്ഷിത്വം അവർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് പോലെ തന്നെ എതിർക്കപ്പെടേണ്ടതല്ലേ നിങ്ങൾ ഇപ്പോൾ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്തൊരു സംഭവം? ഇല്ല, സോളാർ കേസുമായി ബന്ധപ്പെട്ട പരാതികൾ പരാതിക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളാണിത്. ആ കേസുകൾ അതിൻ്റെ സ്വാഭാവികമായ അന്വേഷണഗതിയിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് അനുസരിച്ച് എന്താണ് FIR രജിസ്റ്റർ ചെയ്യപ്പെടും, അതിൻ്റെ അന്വേഷണം നടത്തും, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കും. അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ജ്യോതികുമാർ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. നിങ്ങളൊരു അല്പം വിനയം കാണിക്കും. നിങ്ങൾ അങ്ങനെ ചാടി വീഴല്ല. അങ്ങനെ ചാടി വീണിട്ടൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യത്തില് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് എപ്പോഴും വേണ്ട എന്താണ്? കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണമെന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഭരണമായിരുന്നു അത്. നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ എന്തായിരുന്നു? ഈ സോളാർ ഉൾപ്പെടെയുള്ള വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ പ്രതിഫലനമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന കേസ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ, യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ദേശീയ അധ്യക്ഷനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്തു. അക്രമ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ന്യായീകരണ യുക്തിയിൽ ഇതൊരു കാരണവശാലും എന്താണ് അങ്ങനെ അക്രമ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സമീകരണ യുക്തിയിൽ അവസാനിപ്പിക്കേണ്ടതല്ല. ഈ അക്രമ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കണം. എല്ലാ അർത്ഥത്തിലുള്ള അക്രമങ്ങളും ഭീകരപ്രവർത്തനങ്ങളായിട്ടാണ് മാറുക. ആ ഭീകരപ്രവർത്തനങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം ജനാധിപത്യപരമായ ഒരു രാഷ്ട്രീയ പ്രയോഗത്തെ, രാഷ്ട്രീയ പ്രവർത്തന സാധ്യതകളെ തടയും. ഏത് ഭാഗത്തുണ്ടായാലും അത് അങ്ങനെ തന്നെയാണ്. അത് അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. ഈ ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അത്തരം ദേശീയ രാഷ്ട്രീയം നേരിടുന്ന ഹിംസയുടെ, ഭീകരതയുടെ, അസഹിഷ്ണുതയുടെ, അക്രമോത്സുകതയുടെ രാഷ്ട്രീയം പറയാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഗുജറാത്തിലെ വംശഹത്യ തൊട്ടിട്ട് ഈ പശുവിന്റെ പേരിൽ മാത്രം 56 പച്ചപ്പാപങ്ങളെ കൊല ചെയ്ത രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ നിങ്ങളെ നിഷ്പക്ഷൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കില്ല. നിങ്ങൾക്കും രാഷ്ട്രീയ പക്ഷങ്ങൾ ഉണ്ടാകാം. പക്ഷേ കേരളത്തിൽ ഈ പെരിയ ഇരട്ടക്കൊലയ്ക്ക് മുമ്പ് വലിയ വിവാദമായ ഒന്നാണ് മഹാരാജാസ് ക്യാമ്പസിലെ അഭിമന്യുവിൻ്റെ കൊല. അതിനെ എത്രമാത്രം റൊമാൻറ്റിസൈസ് ചെയ്ത്, എത്രമാത്രം കാൽപ്പനികമായാണ് CPM-ൻ്റെ വിദ്യാർത്ഥി സംഘടനയായ SFI-യും കേരളത്തിൽ ക്യാമ്പസ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രചരിപ്പിച്ചത്, ക്യാമ്പസിലെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ പ്രചരിപ്പിച്ചത് എന്ന് കേരളം സാക്ഷിയായതാണ്. അത് ഒരു രാഷ്ട്രീയ പ്രചാരണമാണ്. ഇപ്പോൾ ഈ കൃപേഷിൻ്റെയും ആ 2 യുവാക്കളുടെ ശവദാഹം കഴിഞ്ഞ ആ നിമജ്ജന യാത്ര നടത്തിയെങ്കിൽ അത് അക്രമ രാഷ്ട്രീയത്തിനെതിരായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി കാണാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് ജ്യോതിയേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ആദ്യത്തെ കാര്യം. പിന്നെ ജ്യോതിയേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ കേട്ടില്ല. ഇവിടുത്തെ ദ ലൈൻ വാസ് സോ ഫീബിൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പല കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അക്രമ രാഷ്ട്രീയം എല്ലായിടത്തും നിൽക്കണം എന്നുള്ളതാണ്. അഭിമന്യു എന്ന് പറയുന്ന വ്യക്തിയെ കുത്തിക്കൊന്നപ്പം അവർ പ്രൊഫഷണലായിട്ട് കുത്തിക്കൊന്ന ആൾക്കാരെ പിടിക്കണം തന്നെയാണെന്ന് പറഞ്ഞത്. അതിനെ അവരെ ന്യായീകരിച്ചില്ല. പക്ഷേ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന SDPയോ അപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ക്യാമ്പസ് ഫ്രണ്ടോ അവരുടെ കൂട്ടത്തിലാണ് ഇപ്പം UDF-ലെ മുസ്ലിം ലീഗ് ചർച്ച ചെയ്തു എന്ന് നിങ്ങൾ തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്തത്. അജിംസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരുടെ കൂട്ടത്തിൽ UDF-ഉമായിട്ടുള്ള അവിഹിതമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരിടത്ത് കൊണ്ട് കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം അക്രമ രാഷ്ട്രീയം നിൽക്കണം, അതാണ് ആദ്യത്തെ കാര്യം. പക്ഷേ അക്രമ രാഷ്ട്രീയം നിലനിർത്താനായിട്ട് അതെനിക്കറിയില്ല. ഞാൻ സ്റ്റേറ്റിന്റെ ഭാഗമല്ല, ഹോം മിനിസ്റ്റർ ഞാനല്ലല്ലോ. അപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന വിഭാഗം നിങ്ങൾ സ്ഥിരം മാധ്യമ ചർച്ചകൾ അതല്ല. ലാൽകുമാർ, ഈ പെരിയ കൊലപാതകത്തെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് താങ്കളെ പോലുള്ള ഒരാൾ പറയുമ്പോഴാണ് ജ്യോതികുമാർ വിമർശിച്ചത്. അതിനെക്കുറിച്ച് അറിയില്ല എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഇല്ല, ഞാൻ പെരിയ എവിടെ അജിംഷെ ഞാൻ അറിയത്തില്ലെന്ന് പറഞ്ഞത്?
വ്യക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെ പുറത്താക്കിയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ തന്നെ സമ്മതിച്ചില്ല. അതിനകത്ത് ഇനി എന്താ സംശയമുള്ളത്? പക്ഷേ ഇവരെ പിടിച്ച് ജയിലിലടക്കുക, ഇനി അത് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ അറിയത്തില്ലെന്ന് ഏത് പോയിന്റിലാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞത് ആ 2 കുട്ടികളെ കൊന്നതിൻ്റെ അത് അവരുടെ ചിതാഭസ്മം എടുത്ത് ഈ നാട് കൊണ്ട് നടന്ന് ഗാന്ധിജിയുടെ ചിതാഭസ്മം കൊണ്ടുപോയാലോ കൊണ്ടു നടന്നതിനെ രാഷ്ട്രീയ ലക്ഷ്യമാക്കിയതിനടുത്ത് നിഗൂഢത ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. എനിക്ക് അതിന് വേറെ ആളും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ലാൽകുമാർ, അതിനൊരു മറുചോദ്യമാണ്. ഈ അഭിമന്യു കൊലപാതകത്തെ ഒരു രാഷ്ട്രീയ പ്രചാരണായുധമാക്കി ഉപയോഗിക്കാമെങ്കിൽ അവർക്കും ഇത് ഉപയോഗിക്കാമല്ലോ, അക്രമ രാഷ്ട്രീയത്തിനെതിരായ രാഷ്ട്രീയ പ്രചാരണായുധമാക്കാമല്ലോ. അഭിമന്യുവിന്റെ ചിതാഭസ്മം എടുത്തുകൊണ്ട് എത്ര ജില്ലയിൽ പോയി CPIM ഒന്ന് പറഞ്ഞേ, അന്ന് കേൾക്കട്ടെ ആദ്യം. ചിതാഭസ്മം മാത്രമാണ് പ്രചാരണം ലാൽകുമാർ, ചിതാഭസ്മം മാത്രമല്ലല്ലോ പ്രചാരണം. ഞാൻ പറഞ്ഞുള്ളൂ അതിന്റെ റിമെയിൻസിൽ പോലും രാഷ്ട്രീയം കോൺഗ്രസ് കണ്ടെത്തി എന്ന് പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്നത് കോൺഗ്രസിന് ഒരു പ്രബുദ്ധമായ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ്. അത് ഇതിന്റെ ചീപ്പ് പൊളിറ്റിക്സിലേക്കൊന്നും പോകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യം കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുമായിട്ട് ചേർന്ന് നിന്ന് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തടയാനുള്ള ബാധ്യത ഇവർക്കുണ്ട്. പക്ഷേ ഇവരിവിടെ കളിക്കുന്നത് ഇപ്പോഴും ചീപ്പ് പൊളിറ്റിക്സാ. ഇവരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയും ഈ പെരിയ കൊലപാതകങ്ങളും മാത്രമേ ഉള്ളൂ. അതിനെക്കാട്ടിലും വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. ഈ ഇലക്ഷനെ മൊത്തത്തിൽ കൊണ്ടുവന്ന് പെരിയയിലും ശബരിമലയിലും കൊണ്ട് കെട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനെയാണ് ഞാൻ എതിർത്തത്. ശശി തരൂർ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, യാതൊരു കാരണവശാലും ശബരിമല വിഷയം ചർച്ചയാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്നാ, കുമ്മനം ആ ചർച്ചയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുമ്മനം ഇവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. അതേ സ്ഥാനത്ത് അതേ പാർട്ടിയിലുള്ള കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ശബരിമല ചർച്ചാ വിഷയമാവുന്നു. ഇവരാരുടെ കൂട്ടത്തിലാണ്? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ശബരിമലയിലും പെരിയയിലേക്കും കൊണ്ടുവന്ന് 2019 ജനാധിപത്യ പ്രോസസ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തം പ്രതിദാനം ചെയ്യുന്നത് ഈ ഇലക്ഷന് പ്രതിദാനം ചെയ്യുന്ന മൊത്തം അക്രമ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നിടത്ത് അത് രാഷ്ട്രീയമായി അത് പാപ്പരത്വം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ വളരെ ഹൈ ആണ്. അതൊന്നും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മറന്ന് മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ? ഒരു പെരിയയിലെ 2 പേരെ കൊന്നത് വെച്ച് കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറഞ്ഞാൽ മാർക്സ് പറഞ്ഞതും ആശയമൊക്കെ റദ്ദായി പോകണോ? ഇല്ല. ഇവർ നിലകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഈ പറയുന്ന ശബരിമല പോലുള്ള വിഷയത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും രാഹുൽ ഗാന്ധി ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞില്ല. ശബരിമലയെക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല. BJP പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നോട് തന്നെ പറഞ്ഞത് ശബരിമലയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മുഖ്യ പ്രചാരണ വിഷയമെന്ന്. ജ്യോതികുമാർ, ഒറ്റ സംശയം, നിങ്ങൾ ഇപ്പോൾ ഇവിടെ ലാൽകുമാർ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് വ്യക്തമല്ലെങ്കിൽ പറയുകയാണ്, ഇത് രണ്ടും ഒഴിവാക്കി നിർത്തിയിട്ട് മറ്റെന്തൊക്കെയോ രാഷ്ട്രീയ ചർച്ചകൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടതുണ്ട് എന്നാണ്. അല്ല, ഞാൻ താങ്കളോട് പറഞ്ഞ സമയം അതിക്രമിച്ചിരിക്കുന്നത്, എനിക്ക് ട്രെയിനിന് പോകേണ്ടതുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. കുഞ്ഞിക്കടം പറഞ്ഞതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് പറയട്ടെ. അദ്ദേഹം പറഞ്ഞത് ഈ സരിത കേസ്, സോളാർ കേസും ഒക്കെ നിങ്ങൾ കുറേ കാലമായില്ല, നിങ്ങൾ 3 വർഷമായാലും ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ FIR എടുത്തല്ലോ, നിങ്ങൾ പലർക്കെതിരെ FIR എടുത്തല്ലോ, നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഏതെങ്കിലും UDF നേതാവിൻ്റെ ദേഹത്തുടങ്ങാൻ കഴിഞ്ഞിട്ടോ? കഴിയില്ല. എത്ര പോലീസ് ഉദ്യോഗസ്ഥർ IPS ഇത് വെച്ച് അവസാനിപ്പിച്ച് പോയി, ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഇതിനകത്ത് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ചൊന്ന് ഇലക്ഷൻ ആകുമ്പോൾ ചുമന്നോട്ട് വന്നോളൂ, അത് ജനങ്ങൾക്കറിയാം, നടക്കട്ടെ. 1. 2, ഇപ്പുറത്ത് പറയുന്നത് പിന്നെ അഭിമന്യുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൃത്യമായി അതിനെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അന്വേഷണമോ അതിൻ്റെ പ്രതികളെ പിടിക്കുന്നതോ ഒന്നും ഇപ്പോൾ എങ്ങും എത്തുന്നില്ല എന്നുള്ളത് ന്യൂസ് മറന്നു പോകരുത്. അവിടെ ഒരു കോംപ്രമൈസ് നടന്നിട്ടുണ്ട്, വസ്തുതയാണ്. എന്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ല? മറിച്ച് ഈ വിഷയം പെരിയ കൊലപാതകവും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സംസ്ഥാനത്ത് കത്തി നിൽക്കുന്ന ശബരിമല വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ അതിനെ മതസൗഹാർദ്ദം തകർക്കുന്നതിനോ വർഗീയമായി ചിത്രീകരിക്കാനോ ഉപയോഗിക്കാൻ ഞങ്ങൾ പണ്ടും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്തില്ല. ഇപ്പോഴും സംഘർഷം ഉണ്ടാക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. ധൃതി പിടിച്ച് കോടതി വിധി നടപ്പാക്കാൻ പോയ സർക്കാരിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. മറിച്ച് അക്രമ രാഷ്ട്രീയം നടത്തിയ സംഘപരിവാറിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ഞങ്ങൾ അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുള്ളത് ഏത് ഭക്തിയായാലും ഏത് മതവിശ്വാസമായാലും ആ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട്. ശരി, നന്ദി ജ്യോതികുമാർ. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അവസാനമായി ഈ പറയുന്ന അഭിമന്യു വധത്തിലാണ് അവസാനിക്കേണ്ടത്. അതിൻ്റെ കുത്തിയ ആളെ ഇനിയും പിടിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് ജ്യോതികുമാർ ചാമക്കാല ചിന്തിക്കുന്നത് പോലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സന്ധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒത്തുതീർപ്പിൻ്റെയോ പ്രശ്നമല്ല. അതൊക്കെ കുറ്റാന്വേഷണപരമായ പ്രശ്നങ്ങളാണ്. പ്രതിയെ പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ അജീംസ ഈ ചർച്ച നടത്തുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിയുടെ പരമോന്നത നേതാവ് കോഴിക്കോട് വന്നിരിക്കുന്നു. അദ്ദേഹം കോഴിക്കോട് ഈ ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തെ വിട്ടുകളഞ്ഞിട്ട് കേരളം ചർച്ച ചെയ്യേണ്ടത് അക്രമ രാഷ്ട്രീയമാണ് എന്ന് ലഘൂകരിച്ചു വിഷയത്തെ. വർഗീയ ഫാസത്തിനെതിരായിട്ട് എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ച് നിൽക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത പ്രദേശങ്ങൾ, വ്യത്യസ്ത സംസ്ഥാനങ്ങൾ, വ്യത്യസ്ത BJP വിരുദ്ധ ശക്തികളാണ് ജയിച്ചു വരിക. അവരുടെ എല്ലാം തന്നെ ഏകോപനമാണ് ദേശീയ തലത്തിൽ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ആ മതനിരപേക്ഷ ഗവൺമെൻറ് രൂപീകരിക്കുന്നതിനാവശ്യമായ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിൽ നിന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. ആ രാഷ്ട്രീയം പറയുന്നതിന് പകരം എന്താണ്, അദ്ദേഹം കുറച്ച് വെല്ലുവിളിച്ചു. പിന്നെ CPM-ഉം
അതേപോലെ തന്നെ BJP ഒരുപോലെയാണെന്ന്. അങ്ങനെയൊക്കെ ആ രീതിയിലുള്ള സമീകരണങ്ങളൊക്കെ നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെ വെറുതെ ആവർത്തിക്കുക എന്നല്ലാതെ എന്തെങ്കിലും വസ്തുതകൾ, എന്തെങ്കിലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രതിസ്ഥാനത്ത് വരും പ്രധാനമായിട്ട്. ശ്രീ ലാൽകുമാർ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചു.